ചോര പൊടിഞ്ഞു വീണ മണ്ണിൽ നിന്ന് ഇതിഹാസത്തിൻ്റെ കാഹളം മുഴങ്ങുന്നത് എനിക്ക് കേൾക്കാം. വിയർപ്പുതുള്ളികൾ അടർന്നു വീണ മണ്ണിൽ നിന്ന് വിജയത്തിൻ്റെ തേരോടിക്കുന്ന കാലത്തിൻ്റെ സൃഷ്ടികളെ എനിക്ക് കാണാം. ഇത് തീവ്രമായൊരു അനുഭൂതിയുടെ ആവിഷ്കാരമാണ്. കാലഘട്ടങ്ങളെ തനതായ രീതിയിൽ രൂപപ്പെടുത്തിയെടുത്ത് പ്രകൃതിയെ സ്വന്തം കൈവെള്ളയിലേക്ക് ആവാഹിക്കുന്ന കർഷകൻ്റെ തിലകക്കുറിയാണ് അതിലെ ഓരോ വിളയും. ഒരു കല പോലെ, ഒരു കഥ പോലെ, ഒരു കവിത പോലെ. പാടത്തെ വയലിലകളിൽ വീശിയടിക്കുന്ന ഒരു ഇളംകാറ്റ് പോലെ, കായലരികത്ത് തിരകളെ ചുംബിച്ച് കടന്നു പോകുന്ന തിരകളെപ്പോലെ, ഓളങ്ങളെപ്പോലെ ഓരോ സൃഷ്ടിയും ദൈവിക ദാനമാണെന്ന തിരിച്ചറിവിൽ പ്രകൃതിയിൽ വിത്തുകൾ മുളയ്ക്കുന്നു, വളരുന്നു, പൂക്കൾ വിടരുന്നു, ഫലങ്ങൾ നിറയുന്നു. ഈ ജീവിത ചക്രത്തിൻ്റെ തേരുകൾ അനുസ്യൂതമിങ്ങനെ ഒഴുകി നടക്കുകയാണ്. കാലഘട്ടങ്ങളെ ചവിട്ടി മുന്നോട്ട് നീങ്ങുന്ന മനുഷ്യൻ ജീവിതത്തിൻ്റെ സായാഹ്നങ്ങളിലേക്ക് എത്തുമ്പോൾ നേടിയെടുത്ത അനുഭവങ്ങളിൽ നിന്ന് ചിരിയും കളിയും വേദനയും കഷ്ടപ്പാടുകളുമെല്ലാം തിരിച്ചറിഞ്ഞ് അവൻ്റേതായ ഒരു ലോകം സൃഷ്ടിക്കുന്നു. ആ ലോകത്തിൻ്റെ അധിപൻ അവനാണ്, അതിൻ്റെ ഓണർ അവനാണ്, അതിൻ്റെ ക്ലയൻ്റ് അവനാണ്, ആ തോട്ടത്തിൻ്റെ കാവൽക്കാരൻ അവനാണ്. അവനാകുന്ന ജീവിതത്തിൻ്റെ കപ്പിത്താൻ അവനാണ്. ഓരോ സൃഷ്ടിയും തിരിച്ചറിവിൻ്റെ നന്മകൾ വശത്താക്കിയ ഒരു ഓർമ്മയായി മാറുമ്പോൾ ഞാനും സായാഹ്നത്തിലേക്ക് നടക്കുകയാണ്. വർണ്ണപ്പകിട്ടാർന്ന സായാഹ്ന